ഹലോ ഗൈസ്, സഞ്ജു സാംസൺ ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ ഒരു ഇമോഷനായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഇന്ത്യയുടെ വേൾഡ് കപ്പ് ടീമിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ടീമിലേക്ക് എടുത്തു. എന്നാൽ പിന്നീടുള്ള നിരന്തരം ഫോമില്ലായ്മ മൂലം ടീമിൽ നിന്ന് തഴയപ്പെട്ട് ഇഷാൻ കിഷൻ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായപ്പോൾ ടീമിൽ പോലും ഇടമില്ലാണ്ടിരുന്ന സഞ്ജു സാംസൺ ഇപ്പോൾ ഒരു സ്ട്രോങ് കംബാക്കാണ് ഇന്ത്യക്ക് വേണ്ടി നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ നിർണായകമായ കളിയിൽ ഇന്ത്യക്ക് 256 എന്ന ബിഗ് സ്കോറിന് വേണ്ടി ഹൈ സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച് ഒരു നല്ല തുടക്കം നൽകിയ സഞ്ജു സാംസൺ ചെന്നൈയിൽ സഞ്ജു എന്ന പേര് കേട്ടപ്പോൾ തന്നെ പണ്ട് ധോണിയുടെ അതേ ആരവത്തോടു കൂടിയാണ് എല്ലാവരും സ്വീകരിച്ചത്. ഇപ്പോഴത്തെ T20യിൽ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മ ധോണിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഫാൻ ബേസുള്ള ഒരു താരം കൂടിയാണ് ഇപ്പോൾ സഞ്ജു സാംസൺ. വേറെ ആർക്കും അത്ര ഫാൻ ബേസ് പറയാനില്ല. തിരുവനന്തപുരത്തായിക്കോട്ടെ, എവിടെ ചെന്നാലും സഞ്ജുവിനാണ് ഫാൻസ് കൂടുതൽ. അത് ഇന്ത്യയുടെ പുറത്ത് പോയാലും അത് തന്നെയാണ് അവസ്ഥ. സഞ്ജു എന്നത് ഇന്ത്യക്ക് ഇപ്പോൾ ഒഴിച്ചുകൂടാനാവാത്തൊരു ഓപ്പണർ എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. സഞ്ജു ടീമിലുണ്ടെങ്കിൽ പുള്ളി കളിച്ചില്ലെങ്കിൽ പോലും ടീം 200 മുകളിലും ഇന്ത്യ വിജയിക്കുന്ന അവസ്ഥയുമുണ്ട്. അപ്പോൾ സഞ്ജു സാംസൺ കേരളത്തിൻ്റെ അല്ല, ഇന്ത്യയുടെ തന്നെ ഒരു മുത്തായി മാറുന്നു. ഇനിയുള്ള കളികളിൽ സഞ്ജു നല്ലൊരു തുടക്കം നൽകട്ടെ, ഇന്ത്യ വിജയിക്കട്ടെ. അതിൽ സഞ്ജുവിനോടൊപ്പം നമ്മൾ പങ്കുചേരുക. സഞ്ജുവിനെ കുറ്റപ്പെടുത്തുന്നവർ പോലും സഞ്ജുവിനെ ഇപ്പോൾ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. അതാണ് സഞ്ജു സാംസൺ, അതാണ് നമ്മുടെ ചങ്ക്.